അൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം 52, 53, 54 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒന്ന് ഓതി നോക്കാം, ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَيَوْمَ يَقُولُ نَادُوا شُرَكَائِيَ الَّذِينَ زَعَمْتُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَجَعَلْنَا بَيْنَهُمْ مَوْبِقًا وَرَأَى الْمُجْرِمُونَ النَّارَ فَظَنُّوا أَنَّهُمْ مواقعوها ولم يجدوا عنها مصرفا ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. ഇതാണ് 52, 53, 54 ആയത്തുകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ ചില സമയങ്ങൾ വരേണ്ടി വരും. നമുക്കറിയാം, ഇന്ന് ലോകത്ത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, പരലോകത്തെ എല്ലാം നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിൻ്റെ സത്യതയെ എല്ലാം നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ആരെല്ലാം പരലോകത്തെയും അള്ളാഹുവിനെയും നിഷേധിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അത് അംഗീകരിക്കുന്ന ഒരു ദിനം വരും. സംശയമില്ലല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ നിഷേധിച്ച അതേ ദിനത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, ഞങ്ങൾ നിഷേധിച്ചതൊക്കെ സത്യമായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടും. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അവരിൽ നിന്നും തങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നീക്കിക്കൊടുക്കാനാണല്ലോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ കഴിവുള്ളവരും അഭൗതികമായ സിദ്ധിയുള്ളവരുമൊക്കെ ആണെങ്കിൽ നാളെ പരലോകത്ത് അവർക്ക് വലിയ സ്ഥാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും മഹാരാജന്മാരായ പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളോട് പറയും, ഫദഔഹു യൗമ യഖൂലു, അള്ളാഹു പറയുന്ന ദിവസം, അക്രമികളോടായി പറയുന്ന ദിവസം, നാദൂ, നിങ്ങൾ വിളിച്ചുകൊള്ളുവീൻ, ശുറക്കായി, എൻ്റെ പങ്കാളികളെ, എനിക്ക് നിങ്ങൾ പങ്കുകാരാക്കി ആരെയൊക്കെ വെച്ചിരുന്നു അവരൊക്കെ നിങ്ങൾ വിളിച്ചുകൊള്ളൂ. അല്ലദീന സഅംതും, നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതായ എൻ്റെ പങ്കാളികളുണ്ടല്ലോ, ദൈവികമായ കഴിവും മഹത്വവും ഉണ്ടെന്ന് നിങ്ങൾ ആരോപിച്ച അവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, അവരെ ഒന്ന് വിളിച്ചു കൊള്ളുവീൻ എന്ന് പറയും. അപ്പോൾ ഫദഔഹും, അവരെ വിളിച്ചു നോക്കും. പക്ഷേ ഫലം യസ്തജീബു ലഹും, അവർക്ക് അവർ ഉത്തരം നൽകുകയില്ല. വജഅൽനാ ബൈനഹും മൗബിക, നാം അവർക്കിടയിൽ ഒരു അപകട സ്ഥലം ഏർപ്പെടുത്തുന്നതാണ്. മൗബിക്. ഇപ്പോൾ അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്, നടുക്ക് വലിയൊരു കിടങ്ങാണ്, ആഴമേറിയൊരു കിടങ്ങ്, വീതിയുള്ള. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പുറത്ത് കിടക്കാൻ പറ്റും? അതായത് ഒരു നിലക്കും സഹായവുമായി ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ അവിടെ അള്ളാഹു ഉണ്ടാക്കും. അതുകൊണ്ട് ആർക്കും ഒരാളെയും സഹായിക്കാൻ കഴിയുകയില്ല. അപ്പം ബോധ്യപ്പെടും എന്ത്? ഞങ്ങളീ വിളിച്ച് പ്രാർത്ഥിച്ചവരും ഞങ്ങൾ തേടിയവരൊന്നും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പര്യാപ്തരല്ല എന്ന് അവിടെ നിന്ന് അവർക്ക് മനസ്സിലാകും. വിശുദ്ധ ഖുർആൻ മറ്റിടത്ത് പറയുന്നുണ്ട്,
വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വഇദാ ഹുശിറന്നാസു, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, കാനൂ ലഹും അഅദാഅൻ, ആ വിളിച്ചു പ്രാർത്ഥിച്ചവർ അവർക്ക് ശത്രുക്കളായിരിക്കും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവരെ ആരാധിച്ചതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാണ്. അവരെ ആരാധിച്ചതിനെ അവരെന്ത് ചെയ്യും? നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാളെ പരലോകത്ത് ഇന്ന് ജീവനില്ലാതെ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ പ്രതിരൂപങ്ങളായി ബിംബങ്ങളാക്കി വെക്കപ്പെട്ട അതിൻ്റെ ഒറിജിനൽ ആളുകൾ നാളെ വരുമല്ലോ. ആ വരുന്ന സന്ദർഭത്തിൽ അവരെ വിളിച്ചു നോക്കാൻ പറയും. അവർക്കൊരിക്കലും ഉത്തരം കിട്ടൂല. ഞങ്ങൾ നിങ്ങളെ ആരാധിച്ചിരുന്നു എന്ന് അവരോട് പറയുമ്പോൾ അവരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവരതിനെ നിഷേധിക്കുമെന്നർത്ഥം. അപ്പോൾ വിശ്വാസപരമായി ഇന്ന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നാളെ എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുമെന്നാണ്. അവിടെ വെച്ച് വിളിച്ചു നോക്കിയാൽ വല്ല മറുപടിയും കിട്ടൂല. അപ്പോഴാണ് അവിടെ കഴിവുകേടും അവിടെ നിസ്സാരതയും ഒക്കെ അവർക്ക് ബോധ്യപ്പെടുക. എന്നാൽ അന്ന് എല്ലാറ്റിനും കഴിയുന്ന ഒരാളുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന അള്ളാഹുവിനാണ് അന്ന് സാക്ഷാൽ അധികാരമുള്ളത്. അതുകൊണ്ട് ആ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനോട് തേടുകയും അവന് രക്ഷ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഘട്ടത്തിലും നിരാശപ്പെടേണ്ടി വരില്ല. ഏത് ഘട്ടങ്ങളിലും അവൻ അവർക്ക് സഹായിക്കാനുണ്ടായിരിക്കുമെന്നാണ്. ഇനി അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. വറഅൽ മുജ്രിമൂനൻ നാറ ഫളന്നു അന്നഹും മുവാഖിഊഹ വലം യജിദു അൻഹാ മസ്രിഫ. വറഅൽ മുജ്രിമൂനൻ നാറ, കുറ്റവാളികൾ നരകത്തെ നേരിൽ കാണും. കുറ്റവാളികൾ നരകത്തെ നേരിൽ കാണും. നരകത്തെ നേരിൽ കാണുമ്പോഴേ ഇതൊന്നും ആവൂല അവസ്ഥ. സുഹൃത്തുക്കളെ, അത്രമേൽ ഭയാനകമാണ് നരകം. സമിഉ ലഹ തഗയ്യുലം വസഫിറ, ഗർജനങ്ങൾ. തകാദു തമയ്യസു മിനൽ ഗൈദ്, കോപം കൊണ്ട് പൊട്ടിപ്പിളരാറായ നരകം. തെർമി ബിശററിൻ കൽ ഖസർ, കൊട്ടാരങ്ങളെപ്പോലെയുള്ള തീപ്പൊരികൾ പാറിപ്പറക്കുന്ന ഒരു തീപ്പൊരി ചുവന്ന ഒട്ടകങ്ങളെക്കാളും വലുപ്പമുള്ള, അതിങ്ങനെ ചിതറിക്കിടക്കണുണ്ടാൽ ഈ ചുവന്ന ഒട്ടകങ്ങൾ കിടക്കാൻ തോന്നും. ആ രൂപത്തിലുള്ള തീപ്പൊരികൾ പറക്കുന്ന ഒരു നരകമാണ്. ആ നരകം കണ്ണിലാണ് കാണുകയാണ്. എന്താ ഉണ്ടാകുക? വറഅൽ മുജ്രിമൂനൻ നാറ ഫളന്നു അന്നഹും മുവാഖിഊഹ. ഫളന്നു, അപ്പോൾ അവർ വിചാരിക്കും. അവർ വിചാരിക്കാന്നല്ല, ശരിക്ക് ഐഖനു എന്ന മുഫസ്സിരിങ്ങൾ പറഞ്ഞ് അവർ ഉറപ്പിക്കുന്നു. എന്താ ഉറപ്പിക്കുക? അന്നഹും മുവാഖിഊഹ, എന്താണ്? അവരതിൽ അകപ്പെട്ടു പോകുന്നവരാണെന്ന്. ഇതാ ഈ നരകത്തേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് അറിയുന്നൊരു സന്ദർഭം. അതൊരു ഭയങ്കര സംഭവമല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒക്കെ എല്ലാവരും വിശ്വസിക്കുക മരിക്കും നമുക്കറിയാം. എന്നാലും മരിക്കൂല, ഇപ്പോൾ മരിക്കൂല, അല്ലെങ്കിൽ ഈ രോഗത്തിൽ മരിക്കൂല എന്നല്ലേ. എന്നാൽ മരിക്കുകയാണ് എന്നിങ്ങോട്ട് ഉറപ്പാകുന്നൊരു സമയം ഉണ്ടാവും. വളന്ന അന്ന ഗുൽഫിറ, എന്തായിരിക്കും ആ അവസ്ഥ എന്ന് ആലോചിച്ചോക്കണം നിങ്ങൾ. അതേപോലെ നരകം കണ്ട് കാണുക. ഞാൻ ആ നരകത്ത് കാണുമെന്ന് ആ ആക്രമിക്കാൻ ബോധ്യപ്പെടുകയും ചെയ്താൽ വലം യജിദു അൻഹാ മസ്രിഫ, അതിൽ നിന്ന് തിരിഞ്ഞു പോകാനുള്ള ഒരു മാർഗവും അവൻ കണ്ടെത്തുകയില്ല എന്നാണ്. അതിന് തിരിഞ്ഞു പോകാനുള്ള ഒരു മാർഗവും അവൻ കണ്ടെത്തൂല. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു പ്രായശ്ചിത്തം കൊടുക്കുക, എന്നിട്ട് നരകത്തിൽ രക്ഷപ്പെടുക. അങ്ങനെ ഒരു വഴി അവിടെ ഇല്ല. വലാ ഷാഫിയ, ഒരു ശുപാർശകൻ അവിടെയില്ല. മിന്ദൂനിതിരി, അള്ളാഹിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെയല്ലേ ഇപ്പോൾ നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം. തീർച്ചയായും ഈ ആയത്തിൽ എന്തുണ്ട് അറിയോ? വഫി ഹാദ മിന തഖ്വീഫ് വത്തർഹീബ്, ഭയപ്പെടുത്തലുണ്ട് ഇതിൽ. കാരണം നരകം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല.
അത് മുന്നിൽ കാണുന്നതിന് മുമ്പ് അതിൻ്റെ രക്ഷയ്ക്കുള്ള മാർഗങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുകയും, അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വ അഹ്ലീകും നാറ. നരകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് അവിടുന്നല്ല, പരലോകത്തു നിന്നല്ല നരകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്, ഇവിടുന്നാണ് രക്ഷപ്പെടുത്താൻ പറഞ്ഞത്. അത് ഇവിടുന്ന് രക്ഷപ്പെടുത്തൽ എങ്ങനെ? നരകത്തേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളും നമ്മുടെ കുടുംബവും വിട്ടു നിൽക്കാൻ വേണ്ടി പറഞ്ഞും നരകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നർത്ഥം. അതാണ് രണ്ടാമത്തെ ആയത്ത്. വറഅൽ മുജ്രിമൂനൻ നാറ ഫളന്നു അന്നഹും മുവാഖിഉഹാ വലം യജിദു അൻഹാ മസ്രിഫ. അതിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള, തിരിഞ്ഞു പോകാനുള്ള ഒരു മാർഗവും അവർ കണ്ടെത്തുകയില്ല. തുടർന്ന് പറയണത് എന്താണ്? വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസ്, തീർച്ചയായും വലഖദ് സർറഫ്ന, നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിച്ചിട്ടുണ്ട്. സൊറഫ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രൂപത്തിൽ അത് പ്രതിപാദിക്കുക, തനവ്വഅനാണ്, വ്യത്യസ്തമായ ഇനങ്ങളായിട്ട്. ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി മിൻകുല്ലി മസൽ, എല്ലാത്തരം ഉപമകളിൽ നിന്നും ഈ ഖുർആനിൽ അള്ളാഹു വിവിധ തരത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നാണ്. ഖുർആനിൻ്റെ ആ ഒരു വൈവിധ്യമുണ്ടല്ലോ, എല്ലാ സൂറത്തുകളും ഒരേ വലുപ്പമല്ല, ഒരേ ശൈലിയല്ല, ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത വിഷയം, ആ ഒരു വ്യത്യസ്തതയും വ്യതിരിക്തതയും അതുതന്നെയാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മിൻ കുല്ലി മസൽ എന്നാണ്. എല്ലാ ഉപമകളും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. ഇമാം സാദി റഹ്മത്തുള്ള പറഞ്ഞു, യുഖ്ബിറുല്ലാഹു തആല അൻ അളമത്തുൽ ഖുർആൻ, ഖുർആൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാണ് ഇവിടെ. വജലാലത്തിക്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും, വ ഉമൂമിഹി അതിൻ്റെ ആ സമ്പൂർണത, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ. അതായത് അന്നഹു സർറഫ ഫീഹി മിൻ കുല്ലി മസൽ ഐ മിൻ കുല്ലി ത്വരീഖിൻ മിൻ കുല്ലി ത്വരീഖ്, എല്ലാ വഴികളും, മുസിൽ ഇലൽ ഉലൂമിൻ നാഫിയ, ഉപകാരപ്രദമായ വിജ്ഞാനങ്ങളിലേക്ക് എത്തുന്ന എല്ലാ വഴികളും, വസ്സആദത്തുൽ അബദിയ, ശാശ്വതമായിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും ഖുർആനിലുണ്ട്. മനുഷ്യനാവശ്യമായ സർവ്വ വിജ്ഞാനങ്ങളെയും അതിൻ്റെ മുഴുവൻ അടിസ്ഥാനങ്ങളെയും സമന്വയിപ്പിക്കാൻ കഴിഞ്ഞൊരു ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യന് ദോഷകരമായത് ഏതാണ്, ഹലാൽ ഏതാണ്, ഹറാം ഏതാണ്, ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ എത്രയാണ്, അതേപോലെ തന്നെ ഹൃദയങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സത്യസന്ധമായിട്ട് വിവരങ്ങൾ, വിശ്വാസപരമായിട്ടുള്ളത്, സമാധാനപരമായിട്ടുള്ളത്, അതേമാതിരി വെളിച്ചം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ത് ചെയ്താൽ മതി? അയാൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ എന്ത് കണ്ടോ അതിനങ്ങോട്ട് കീഴ്പ്പെടുക, അതങ്ങോട്ട് അംഗീകരിക്കുക, അതിനങ്ങോട്ട് ഉൾക്കൊള്ളുക. അതുമുൽ മുനാസ, തർക്കിക്കാതിരിക്കുക ഒരു കാര്യത്തിൽ, ഫി അംരി മിനൽ ഉമൂർ, ഒരു കാര്യത്തിൽ. പക്ഷേ സംഭവിക്കണത് എന്താ? അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ അത് അതുപോലെ അംഗീകരിച്ച് പോകാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. മനുഷ്യൻ എന്താണ്? ഏതിനേക്കാളും, ഏത് വസ്തുവിനേക്കാളും തർക്ക സ്വഭാവമുള്ളവനാകുന്നു. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത അതാണ്. എല്ലാറ്റിനെയും തർക്കിക്കുക, ചോദ്യം ചെയ്യുക, അതാണ് ഒരു പ്രത്യേകത. എന്ത് കിട്ടിയാലും അതിനെപ്പറ്റി എന്ത് ചെയ്യുക? ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? മാ ഊതിയ ഖൗമുൻ അൽ ജദൽ ഇല്ലാ ലല്ലു. ഏതൊരു സമൂഹത്തിന് തർക്കം നൽകിയോ അവർ വഴിപിഴച്ചു പോകുന്ന. തർക്കിക്കാൻ തുടങ്ങിയാൽ വഴിപിഴച്ചു. ഈ തർക്കങ്ങളുടെ ഒരു പ്രശ്നം എന്താ പറയുക? ഒന്ന്, നമ്മളൊരു അബദ്ധം പറഞ്ഞു, വേറൊരാളത് തിരുത്തി നമ്മൾ വാദിച്ചു, അംഗീകരിച്ചു കൊടുത്താൽ നമ്മൾ തോറ്റില്ലേ? അതുകൊണ്ട് എന്താ പറയുക, ബോധ്യപ്പെട്ടാലും ആ ശരികേട് തന്നെ നിൽക്കും.
നമ്മളൊരു അബദ്ധം പറഞ്ഞു പോയി, വേറൊരാളത് തിരുത്തി, നമ്മളത് അംഗീകരിച്ചോളുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും. മനുഷ്യൻ ഭയങ്കരമായ താർക്കികനാണ്. തർക്കങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ വഴികേടിലേക്ക്, അന്നാ ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ആവുള്ളൂ, അങ്ങനെയാണ് ആകേണ്ട മനുഷ്യന്മാർ. അതാണ് ആ തർക്കങ്ങളൊന്നുമില്ല. അത് സഹാബത്തിൻ്റെ ഒരു മനസ്സതാണ്. അതിൻ്റെ ഉദാഹരണം പറയാറുണ്ട് സാധാരണഗതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്തറിയോ, തവല്ലഊ മിൻ ലുഹൂമിൽ ഇബിൽ വലാ തവല്ലഊ മിൻ ലുഹൂമിൽ ഗനം. ഒട്ടകത്തിൻ്റെ മാംസം തിന്നാൽ നിങ്ങൾ ഒളു എടുക്കണം, പക്ഷേ ആടിൻ്റെ മാംസം തിന്നാലോ നിങ്ങൾ ഒളു എടുക്കേണ്ടതില്ല. അപ്പോൾ ഇതുപോലെ രണ്ടും ജീവികളല്ലേ, എന്താ ഒട്ടകവും ആടും തമ്മിൽ വ്യത്യാസം? എന്താ ഒട്ടകത്തിൻ്റെ തിന്നാൽ ഒളു എടുക്കണമെന്നും ആടിൻ്റെ തിന്നാൽ ഒളു എടുക്കണ്ടെന്നും ചോദിച്ചില്ല സഹാബത്ത്. ലിമ എന്ന് ചോദിച്ചില്ല, ലാമാ ജാദുൽ അവർ തർക്കിച്ചില്ല. ബൽ ഖാലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നാണ്. അതാണ് എന്താണോ പറഞ്ഞത്, അത് പറഞ്ഞത് അള്ളയാണോ പറഞ്ഞത് റസൂലാണോ, പിന്നെ അതിൻ്റെ ന്യായാന്യതകളോ യുക്തിയോ യുക്തിയില്ലായ്മയോ ഒന്നും പരിശോധിക്കാതെ അങ്ങോട്ടേക്ക് അംഗീകരിക്കുക. അതാണ് അതിൻ്റെ ഒരു വശം. എപ്പോഴും എന്താ വെച്ചാൽ നമ്മളുടെ അപാകതകളെ, ന്യൂനതകളെ ന്യായീകരിക്കാനും മറച്ചു വയ്ക്കാനും നമ്മൾ തർക്കങ്ങളെ കൂട്ടുപിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ സുബൈക്ക് പോയിട്ട് നബിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും മരുമകൻ അലി റളിയല്ലാഹു അൻഹും ഉറങ്ങാണ്. അപ്പോൾ രാവിലെ പോയിട്ട് അവരെ വിളിച്ചു. ഹീന ജാഅ ഇലൈഹിമ വവജദഹുമ നായിമൈൻ. നബി ചെന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഉറങ്ങാണ്. ഫഖാല, അപ്പം നബി ചോദിച്ചു, അലാ തഖൂമാൻ, നിങ്ങൾ രണ്ടാളും നീക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അൻഫുസനാ ബിയദില്ലാഹ് വലൗ ശാഅ ലഅയ്ഖൽനാ. എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ ആത്മാവുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് ഞങ്ങളെ ഉണർത്തിക്കോളുന്നു. ഉറങ്ങുക അറിയുമ്പോൾ എന്താണ്? നമ്മുടെ ആത്മാവുകൾ അള്ളാഹ് പിടിച്ചെടുക്കുക എന്നാണല്ലോ. അപ്പോൾ ഉണരാത്തത് നമ്മളെ കുറ്റമല്ല. അള്ളാഹു എന്ത് ചെയ്യുക, നമ്മുടെ ആത്മാവിനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, കാനൽ ഇൻസാനു അക്തറ ഷൈഇൻ ജദലാ. മനുഷ്യൻ ഏറ്റവും അധികം തർക്കിക്കുന്ന ആൾ മനുഷ്യനാണ്. എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്? തൻ്റെയും തൻ്റെ ഭാര്യയുടെയും അടുക്കൽ സംഭവിച്ച ഒരു ചെറിയ അപാകതയെ എന്ത് ചെയ്തു, അതിനൊരു ഇത് പറയാന്നുള്ള നിലക്കാണ് ആ പറയുന്നത്. തമാശയായിട്ട് പറയണതാണ്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഏതു കാര്യവും അള്ളാഹുവും റസൂലും പറഞ്ഞു എന്ന് ഉറപ്പായാൽ പിന്നെ അതിനെപ്പറ്റി യാതൊരു സംശയവും ഇല്ലാതെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തർക്കങ്ങൾ നല്ലതാണ്. ഒരു വിജ്ഞാനങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും അറിയാനും തർക്കം നല്ലതാണ്. പക്ഷേ എന്താ അറിയുക, ഈ തർക്കം കൊണ്ടുണ്ടാവുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് എല്ലാ സമയത്തും തർക്കിച്ചു കൊണ്ടേയിരിക്കുക. ഒരാളൊന്ന് പറയാം, അതിന് നേരെ കൗണ്ടർ പറയാം. ഇന്നിപ്പോൾ നമ്മൾ സാധാരണ പരമാവധി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതാണ് ഒന്നാമത്. അതായത് നമുക്ക് വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടു കൂടെയുള്ളൊരു ആശയവിനിമയം സാധ്യമാകുന്നേയില്ല. മറിച്ച് എന്താ ഉണ്ടാവണം അറിയങ്ങൾ, എന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, അവിടെ എന്തേ അങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു, ഈ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലും അതുകൊണ്ട് മടുക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ പറയുക, അപ്പോൾ അതിന് മറുപടി അപ്പോൾ പറയും, അതിന് പറയും അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയെന്ന് പറയും, അപ്പോൾ അതിനിപ്പുറത്ത് മറുപടി അറിയും. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ എന്താണ്? അനാവശ്യമായ തർക്കങ്ങളാണ്. ഈ അനാവശ്യമായ തർക്കങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ വളരെ വലിയ താർക്കികനാണ്. ആ തർക്കം യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ക്രിയാത്മകമായി ഉപയോഗിക്കുക. അത് ഖുർആനെയോ ഹദീസിനെയോ ചോദ്യം ചെയ്യാനോ നശിപ്പിക്കാനോ ദുർവ്യാഖ്യാനിക്കാനോ വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അതിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ 3 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. وَيَوْمَ يَقُولُ نَادُوا شُرَكَائِيَ الَّذِينَ زَعَمْتُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَجَعَلْنَا بَيْنَهُمْ مَوْبِقًا. അപ്പം എന്ത് ചെയ്യും?
എനിക്ക് അവർ സങ്കല്പിച്ചുണ്ടാക്കിയ പങ്കാളികൾ, ആ പങ്കാളികളെ വിളിച്ചു കൊള്ളുവീൻ എന്ന് അവരോട് പറയപ്പെടും. അപ്പോൾ അവർ വിളിച്ചു വെക്കും, പക്ഷേ ഫലം യസ്തജീബുലഹും, അവർക്കൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നർത്ഥം. അടുത്തത് വറഅൽ മുജ്രിമൂന അന്നാറ ഫളന്നു അന്നഹും മുവാഖിഊഹ വലം യജിദു അൻഹാ മസ്രിഫ. കുറ്റവാളികൾ നരകത്തെ കാണുന്ന സമയം അപ്പോൾ അവർ ഉറപ്പിക്കും, തീർച്ചയായും അവരതിൽ അകപ്പെട്ടു പോയവരാണെന്ന്. അത് രക്ഷപ്പെടാൻ തിരിഞ്ഞു പോകുവാനുള്ള ഒരു മാർഗവും അവർ കണ്ടെത്തുകയില്ല. വലഖദ് സ്വറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദല. തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഉപമകൾ ഈ ഖുർആനിൽ നാം വിവിധ തരത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഏത് വസ്തുവേക്കാളും അധികം തർക്കം സ്വഭാവമുള്ളവനാകുന്നു മനുഷ്യൻ എന്നാണ് അവസാനം പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശരിക്കും വായിച്ച് പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു നിന്നുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവും.